എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഒരു പ്രഭാതം കൂടെ കാണാൻ സർവശക്തനായ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യകരമായിട്ടുള്ള സമയങ്ങളാണ്. ഇന്ന് പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ദൈവത്തിൻ്റെ വചനം നമുക്കേവർക്കും വളരെ സുപരിചിതമായ 23-ാം സങ്കീർത്തനം അതിലെ 4-ാം വാക്യമാണ്. 23-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം: കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ദാവീദ് പാടിയൊരു കീർത്തനമാണ് 23-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ദാവീദ് ആട്ടിടയനായിരുന്നു, ഇസ്രയേലിലെ മധുര ഗായകനാണ്. ദാവീദ് രാജാവാകുന്നതിന് മുൻപേ ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരങ്ങളിലേക്ക് പോവുക പതിവായിരുന്നു. ആടുകളുമായി ഇടയൻ വനാന്തരങ്ങളിലേക്ക്, മലകളിലേക്കൊക്കെ പോയാൽ ചില ദിവസങ്ങളോളം ആ മലയിലാണ് ചിലവഴിക്കുന്നത്. ആടുകളെ വിജനമായ മലയുടെ താഴ്വരകളിൽ ഒക്കെ മേയ്ക്കുവാൻ വിട്ടനന്തരം ദാവീദ് വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഗാനങ്ങളൊക്കെ ആലപിക്കുക പതിവായിരുന്നു. ആടുകൾ മേയുന്നതായ ഈ സമയത്ത് തൻ്റെ സ്വകാര്യ ദുഃഖങ്ങളും വേദനകളുമെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുവാൻ താൻ സമയം കണ്ടെത്തുമായിരുന്നു. അങ്ങനെ മനോഹരമായിട്ടുള്ള അനവധി ഗാനങ്ങൾ ദാവീദ് രചിച്ചിട്ടുണ്ട്. പല സങ്കീർത്തനങ്ങൾ, ഏതാണ്ട് 75ഓളം സങ്കീർത്തനങ്ങൾ ദാവീദ് തന്നെയാണ് പാടിയിരിക്കുന്നതായിട്ട് നമുക്കതിൻ്റെ ഹെഡിങ്ങിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മാത്രമല്ല, മറ്റ് പല സങ്കീർത്തനങ്ങളുടെയും രചയിതാവ് ദാവീദാണ് എന്ന് നമുക്ക് അതിൻ്റെ വായനയിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു കുട്ടി ജനിച്ച് അധികം താമസിയാതെ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് 23-ാം സങ്കീർത്തനം. 23-ാം സങ്കീർത്തനം ആടും ഇടയനും തമ്മിലുള്ളതായ ബന്ധത്തെക്കുറിച്ചുള്ളതായ സങ്കീർത്തനമാണ്. ഇവിടെ ദാവീദ് പാടുകയാണ്. ആട് പാടുന്ന കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. ഇടയനോടുള്ള ബന്ധത്തിൽ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അതിൻ്റെ അവസാന വാക്യം: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ദൈവത്തോടുള്ളതായ ബന്ധം, കുടുംബമായിട്ടുള്ള ബന്ധം എന്നുള്ളതിനേക്കാൾ വ്യക്തിപരമായ ബന്ധമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു. ഏതൊരു മനുഷ്യനിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നതായ കാര്യം വ്യക്തിപരമായ ബന്ധമാണ്. ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധം. ആ വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന പദങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. 63-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത്: യഹോവേ, നീ എൻ്റെ ദൈവം, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം ദൈവത്തിനായി കാക്ഷിക്കുന്നു, ദാഹിക്കുന്നു എന്നുള്ളതാണ്. ഏലിയാവ് ഒരിക്കൽ ആഹാബിൻ്റെ അരമനയിൽ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുമ്പോൾ പറയുന്നതായ പദം ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ദൈവം എന്നാണ്. അപ്പോൾ ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധം ദാവീദിനുണ്ടായിരുന്നു. എല്ലാ മനുഷ്യർക്കും ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടാകണം. എങ്ങനെയാണ് ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടാകുന്നത്? യേശു ദൈവമാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ഈ സങ്കീർത്തനക്കാരൻ അങ്ങനെയാണ് ഏറ്റുപറയുന്നത്: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അവസാന വാക്യം ഞാൻ പറഞ്ഞു: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അപ്പോൾ ഈ 2 വാക്കുകൾക്കിടയിൽ മധ്യഭാഗത്തായിട്ട് കൂരിരുളിൻ്റെ ഒരു താഴ്വരയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. മരണനിഴലിൻ താഴ്വര. മരണനിഴലിൻ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഇസ്രയേലിലെ ഇടയന്മാർ ആടുകളുമായിട്ട് വിദൂര സ്ഥലങ്ങളിലേക്ക് കടന്നു പോകും. മലകളാണ് ഈ ഇടയന്മാർ തേടിപ്പോകുന്നത്. മലയുടെ ഏതെങ്കിലും ഒരു വശത്ത് അവർ പോയി ഇരുന്നിട്ട് ആടുകളെ
വിജനമായ സ്ഥലത്ത് മേയുവാനായിട്ട് വിടുകയാണ്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ താൻ കൊണ്ടുചെന്നാക്കിയ ആ മലയിലെ ഇലകളെല്ലാം തീരും, പച്ചിലകളെല്ലാം തീരും. ഈ ഇടയൻ ദീർഘവീക്ഷണമുള്ള ഇടയനാണ്. അടുത്ത മലയിലേക്ക് ആടുമായിട്ട് ഇടയൻ യാത്രയാകുകയാണ്. ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലേക്കുള്ളതായ യാത്ര ആടുകളെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷകരമായ ഒരനുഭവമല്ല. കാരണം താഴ്വരയിൽ വെള്ളം കാണാം, വനം കാണാം. ആ വനത്തിൽ സിംഹം, കരടി തുടങ്ങിയ ദുഷ്ടജന്തുക്കളൊക്കെ അവിടെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മലയിൽ നിന്ന്, ഇതുവരെ ചെലവഴിച്ച മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് ആടുമായിട്ട് ഇടയൻ യാത്ര ചെയ്യുക. ഈ ഇടയൻ യാത്ര ചെയ്യുമ്പോൾ ആടുകളുടെ മുൻപിലാണ് ഇടയൻ സഞ്ചരിക്കുന്നത്. വിശാലമായ സ്ഥലത്ത് ഇടയനെ വിട്ട് സഞ്ചരിച്ച ഓരോ ആടും ഈ താഴ്വരയിലൂടെയുള്ള യാത്രയിൽ ആടിന് തന്നെ തന്നെ ഒരുപക്ഷെ കാണാൻ കഴിയില്ല. ഇടയൻ്റെ രൂപമോ ഭാവമോ ഈ ആടിന് യാത്രയിൽ തിരിച്ചറിയുവാനായിട്ട് കഴിയില്ല. കാരണം മരണനിഴലിൻ താഴ്വരയാണ്, കൂരിരുളിൻ്റെ താഴ്വരയാണ്. അപ്പോൾ ആ താഴ്വരയിൽ ആടിനൊന്നാമത് തന്നെ 20 അടിയിൽ കൂടുതൽ ദൂരത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇരുട്ടൂടുണ്ടെങ്കിൽ പറയുകയും വേണ്ട. അപ്പോൾ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയുന്നില്ല. മരണനിഴലിൽ താഴ്വരയായതുകൊണ്ട് മറ്റ് ആടുകളെ കാണുവാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഈ യാത്രയിൽ ഇടയൻ തങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ആട് തിരിച്ചറിയുന്നത് ഇടയൻ്റെ രൂപം കണ്ടല്ല, ഇടയൻ്റെ ശബ്ദം കേട്ടാണ്. അതാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ യേശു കർത്താവ് തന്നെ ഇടയനായി ചിത്രീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു. ഈ നല്ല ഇടയൻ്റെ പ്രത്യേകത ആടുകളെ വാതിൽ തുറന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. പേര് ചൊല്ലി വിളിച്ച്, ഓമനപ്പേര് ചൊല്ലി വിളിച്ച് ഓരോ ആടിനെയും ഇടയൻ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. നമ്മളായിരുന്ന ഇടങ്ങളിൽ നിന്ന് നമ്മുടെ ഓമന പേര് ചൊല്ലി വിളിച്ചാണ് ദൈവം നമ്മെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഈ പുറത്തേക്ക് കൊണ്ടുവന്ന ആടിൻ്റെ മുൻപിൽ ഇടയൻ നടക്കുകയാണ്. അപ്പോൾ ഇടയൻ നടക്കുമ്പോൾ ആട് ഇടയനുണ്ട് എന്നെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കണ്ടല്ല മനസ്സിലാക്കുന്നത്, കേട്ടാണ്. ആടുകൾ ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നു. ശബ്ദത്തിലൂടെ തൻ്റെ ഇടയൻ ആരാണ് എന്ന് ഓരോ ആടിനും തിരിച്ചറിയുവാനായിട്ട് കഴിയും. എന്നെ ഈ പ്രഭാത സമയത്ത് ശ്രദ്ധിക്കുന്നതായ പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്നതായ ഇടങ്ങൾ ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങളായിരിക്കാം. ഒരുപക്ഷെങ്കിൽ അടുത്തിടപെട്ട പലരെയും നമ്മൾ കാണാൻ കഴിയാത്ത പശ്ചാത്തലത്തിലൂടെ ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്. രോഗമോ ദുഃഖമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ പ്രതിസന്ധികൾ നിറഞ്ഞതായ കാലഘട്ടം. ഇതുവരെ ലഭ്യമായിരുന്ന പലതും വിലക്കപ്പെട്ടതുപോലെയുള്ള സാഹചര്യങ്ങൾ. എന്തുകൊണ്ടാണ് ദൈവമേ അങ്ങ് എന്നെ ഈ താഴ്വരയിലൂടെ നടത്തുന്നത് എന്ന് ചിലരെങ്കിലും ചോദിച്ചു പോകാൻ സാധ്യതയുണ്ട്. 84-ാം സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണുനീരിൻ്റെ താഴ്വരയാണ്, ബാഘായുടെ താഴ്വരയാണ്. കഷ്ടങ്ങളും ക്ലേശങ്ങളും ഒക്കെ നിറഞ്ഞ സന്തോഷകരമല്ലാത്ത സാഹചര്യത്തിലൂടെ ആയിരിക്കാം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ മാത്രമല്ല ദൈവം നമ്മെ നടത്തുന്നത്. ചില പ്രത്യേക ഇടങ്ങളിലേക്ക് നമുക്ക് അനുഗ്രഹമാകത്തക്ക നിലയിൽ നമ്മെ കൊണ്ട് ആക്കുന്നതിൻ്റെ ഭാഗമായി ദൈവത്തിന് നമ്മെ നമുക്കിഷ്ടമല്ലാത്ത ചില വഴികളിലൂടെ കൊണ്ടുപോയേ മതിയാകുകയുള്ളൂ. എപ്പോഴും നമ്മുടെ ഇഷ്ടത്തെക്കാളുപരി നമ്മുടെ ജീവിത ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണമാണ് ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്നത്. അപ്പോൾ നമ്മെ ആ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നതിന് വേണ്ടി തൽക്കാലം നമുക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്ന ചില ഇടങ്ങളിലൂടെ ദൈവം കൊണ്ടുപോയി എന്ന് വന്നേക്കാം. ഫെലിസ്ത്യരുടെ ദേശത്തൂടെയുള്ള വഴി അടുത്തത് എന്ന് വരികിലും യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ ആ വഴിയിലൂടെ, അതായത് ചെങ്കടലിനരികിലൂടെയുള്ള വഴിയാണ് അടുത്തത്, ആ വഴിയിലൂടെ കൊണ്ടുപോയില്ല.
ഫെലിസ്ത്യരുടെ ദേശത്തൂടെയുള്ള വഴിയെ ദൈവം അവരെ ഇങ്ങനെ ചുറ്റി നടത്തുമാറാക്കിയെന്നാണ് വായിക്കുന്നത്. നോക്കിയേ, എളുപ്പ വഴിയിലൂടെ അവരെ ദൈവത്തിന് കനാൻ നാട്ടിൽ കൊണ്ടുപോകാമായിരുന്നു. എന്നാൽ ആ എളുപ്പ വഴിയിലൂടെ ദൈവം അവരെ കൊണ്ടുപോയില്ല. ദൈവം അവരെ ചുറ്റിച്ചയന്ത് ചെയ്തത് നടത്തുന്നത്. അപ്പോൾ ആ ചുറ്റലിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരമുണ്ട്. എന്താ കാരണം? ഇങ്ങനെ ഒരു ചുറ്റൽ അവരുടെ ജീവിതത്തിൽ വരുന്നത് ആത്യന്തികമായി നന്മയാണ്. വ്യക്തി നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ദൈവം ഇത്തരം ചില ചുറ്റലുകൾക്ക് വിധേയപ്പെടുത്തുന്നത്. നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മെ നിത്യതയിൽ കൊണ്ടാക്കുന്നതിനു വേണ്ടി ദൈവം ചിലപ്പോൾ നമുക്കിഷ്ടമല്ലാത്ത ചില വഴികളിലൂടെ നമ്മെ കൊണ്ടുപോയേക്കാം. ഇസ്രായേൽ മക്കൾ യഹോവയുടെ കൽപ്പനപ്രകാരം ചെയ്ത പ്രയാണത്തിൽ രഫീദിമിൽ എത്തിയെന്നാണ് വായിക്കുന്നത്. അവിടെ വെള്ളമില്ല. അവിടെ അമാലിയക്കർ കടന്നു വന്ന് അവരോട് യുദ്ധം ചെയ്തു. എന്നാൽ അവിടെ അവർ പരാജയപ്പെടുകയല്ല. വെള്ളമില്ലാത്ത ഇടത്ത് പാറയിൽ നിന്ന് ദൈവം വെള്ളം കൊടുക്കുകയാണ്. അമാലിയക്കർ കടന്നു വന്ന് യുദ്ധം ചെയ്തപ്പോൾ അവിടെ ഒരു പരിശീലനമാണ്. മോശ എന്ന് പറയുന്ന മനുഷ്യൻ പ്രാർത്ഥനയ്ക്കായി മലയുടെ മുകളിൽ പോയപ്പോൾ അടുത്തൊരു ജനറേഷനെ ആ യുദ്ധക്കളത്തിലാണ് ദൈവം വാർത്തെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇഷ്ടമല്ല എന്ന് തോന്നുന്ന ചില വഴികളിലൂടെ ഇന്നലകളിലെ വിശാലതയിൽ നിന്ന് ഞെരുക്കത്തിൻ്റെ, സമ്മർദ്ദത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, വേദനയുടെ, ഒറ്റപ്പെടലിൻ്റെ, ഒരുപക്ഷെങ്കിൽ നയിക്കുന്ന ദൈവത്തെ പോലും വേണ്ടവണ്ണം തിരിച്ചറിയാൻ കഴിയാത്ത ചില സാഹചര്യത്തിലൂടെ ദൈവം നമ്മെ കൊണ്ടുപോയേക്കാം. എന്നാൽ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഉറപ്പ് ഞാൻ പറഞ്ഞു. നമ്മൾ ആയിരിക്കുന്ന ഇടത്ത് ദൈവശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ ഉറയ്ക്കാം. മറ്റാരും എന്നോട് കൂടെ ഇല്ല എങ്കിലും, മറ്റാരെയും ഞാൻ കാണുന്നില്ല എങ്കിലും, ഞാൻ തനിയെ അല്ല, ജീവൻ തന്ന് രക്ഷിച്ച ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത് എങ്ങനെ ഉറപ്പിക്കാം? പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 14-ാം വാക്യം, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത നൽകും. നമ്മൾ ആയിരിക്കുന്ന ഇടത്ത് സ്വസ്ഥത അല്ലെങ്കിൽ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നു എങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, നല്ല ഇടയൻ കൂടെ ഉള്ളതുകൊണ്ടാണ്. അസ്വസ്ഥതകൾ നിറഞ്ഞതായ ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു പക്ഷേ വലിയ സമ്പത്ത് കാണില്ലായിരിക്കാം, നിങ്ങൾ പ്രതീക്ഷിച്ചത് വഴിമാറിപ്പോയേക്കാം. എന്നാൽ അതിൻ്റെ നടുവിൽ സമാധാനമുണ്ടെങ്കിൽ, സ്വസ്ഥതയുണ്ടെങ്കിൽ അർത്ഥം ഇടയനായ ദൈവം കൂടെ ഉള്ളതുകൊണ്ടാണ്, ആ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. ഈ 23-ാം സങ്കീർത്തനത്തിൽ ആട് പാടുകയാണ്, മരണനിഴലിൽ താഴ്വരയിൽ കൂടി ഞാൻ കടന്നു പോയാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം എൻ്റെ ദൈവം എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. പലപ്പോഴും നമ്മൾ കൂടെ ഇരിക്കണമെന്ന് ചിന്തിക്കുന്ന പലർക്കും നമ്മോട് കൂടെ ഇരിക്കാൻ കഴിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. ചില ഭാഗത്ത് പറയുന്നുണ്ട് ദൈവം മുൻപിൽ പോകുന്നു. യെശയ്യാവ് 52:12 പറയുന്നുണ്ട് യഹോവ നിങ്ങൾക്ക് പിൻപടയായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുകയാണ്, ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ ദൈവം കീഴെ നമുക്ക് ശാശ്വത ഭുജമായിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സാന്നിധ്യത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ പറയുന്നു, മരണനിഴലിൻ്റെ താഴ്വരയിൽ എൻ്റെ ദൈവം എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. എല്ലാവർക്കും എല്ലാ കാലഘട്ടത്തിലും നമ്മോട് കൂടെ ഇരിക്കാനായിട്ട് കഴിയത്തില്ല. ഇനി ഇരിക്കാൻ മനസ്സുണ്ടെങ്കിലും സാഹചര്യം അതിന് അനുവദിക്കുന്നില്ല. എന്നാൽ ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് കർത്താവാണ് നമുക്ക് ഉറപ്പ് തരുന്നത്. അങ്ങനെ ദൈവം ഇരുന്നിട്ടുണ്ടോ? തെളിവുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം നാം എടുക്കുമ്പോൾ അവിടെ യോസഫ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് വായിക്കുന്നത്. തൻ്റെ ചെറിയ പ്രായത്തിൽ അമ്മ നഷ്ടപ്പെട്ടു.
സഹോദരന്മാരാണെങ്കിൽ തന്നെ പരിഗണിക്കത്തില്ല, ക്രൂരതയോടുകൂടെ ഇടപെടുന്നത്. അവർ അവനെ പൊട്ടക്കുഴിയിലിട്ടു, അവനെ 20 വെള്ളിക്കാശിന് വിറ്റു. ഒരു മിദ്യാന്യ കച്ചവടക്കാരൻ കടന്നു വന്ന് യോസഫിനെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് ചങ്ങലക്കിട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഫറവോൻ്റെ അകമ്പടി നായകനായ പോത്തിഫേർ എന്ന് പറയുന്ന വ്യക്തിക്ക് വിറ്റു. ഈ യോസഫ് എന്ന് പറയുന്ന 17 വയസ്സുകാരനായ യൗവനക്കാരൻ ഇതുവരെ വീട് വിട്ട് താമസിച്ചിട്ടില്ല. അപ്പൻ ഓമനിച്ച് വളർത്തിക്കൊണ്ടുവരുന്നവനാണ്. ആ യോസഫ് യജമാനനായ പോത്തിഫേറിൻ്റെ ഭവനത്തിൽ താമസിക്കുമ്പോൾ പരിചയമുള്ള ആരും തനിക്കില്ല. യജമാനൻ അന്യദൈവങ്ങളെ സേവിക്കുന്നവനാണ്. എന്നാൽ ആ 39-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി. അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്ന് യജമാനൻ കണ്ടു എന്നാണ്. നോക്കുക, വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഈ യൗവനക്കാരൻ സാഹചര്യം കൊണ്ട് ഒരടിമ ചെറുക്കനായി പോത്തിഫേറിൻ്റെ ഭവനത്തിൽ സേവനമനുഷ്ഠിക്കേണ്ടി വരികയാണ്. എന്നാൽ ആ സാഹചര്യത്തിൽ യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് പലർ ചെയ്തിട്ട് കുഴഞ്ഞു പോയിട്ടുള്ളതായ കാര്യങ്ങൾ ഈ യോസഫ് ചെയ്യുമ്പോൾ അത് സക്സസ് ആകുകയാണ്. അവൻ്റെ കഴിവല്ല, മിടുക്കല്ല, മറിച്ച് യോസഫിൻ്റെ കൈമേൽ ദൈവത്തിൻ്റെ കരം വെച്ചു. യോസഫിനോടുകൂടെ ദൈവം ഇരുന്നതുകൊണ്ട് അവൻ ചെയ്യുന്നതെല്ലാം യഹോവ സാധിപ്പിക്കുവാനായിട്ടിടയായി. അപ്പോൾ പോത്തിഫേറിൻ്റെ ഭവനത്തിലെ കുഴഞ്ഞു മറിഞ്ഞ പല കാര്യങ്ങൾ ക്രമത്തിലാകാൻ കാരണം യഹോവ യോസഫിനോടുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കൃതാർത്ഥരാകും. അർത്ഥാൽ നമ്മൾ വിജയികളായി പുറത്തു വരുവാനായിട്ടിടയാകും. ലോകം, ജഡം, പിശാച്, ഈ ത്രിവിധ ശക്തികൾ ഏതൊരു ആത്മീയനെയും നശിപ്പിച്ച് കളയുന്നതിനു വേണ്ടി എപ്പോഴും പരിശ്രമിക്കുവാനായിട്ടിടയാകും. എന്നാൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്. ആ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ വീണു പോവുകയല്ല, നമ്മൾ തകർന്നു പോവുകയല്ല, നമ്മൾ വിജയിച്ചവരായി പുറത്തു വരുവാനിടയാകും. ഈ 39-ാം അധ്യായത്തിൽ തന്നെ അരുതാത്ത ചില കണ്ണുകൾ യോസഫിൻ്റെ മേൽ പതിയുന്നുണ്ട്. ഒരു ദിവസമല്ല, തനിക്ക് സേവനമനുഷ്ഠിക്കേണ്ടത് യജമാനൻ്റെ വീട്ടിലാണ്. എന്നാൽ ആ യജമാനൻ്റെ ഭാര്യയുടെ കണ്ണ് യോസഫിൻ്റെ മേൽ പതിഞ്ഞു. അരുതാത്ത കാര്യത്തിനു വേണ്ടി അവൾ നിർബന്ധിക്കുകയാണ്. നിർബന്ധിക്കുമ്പോൾ യോസഫ് അതിനോട് നോ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും പ്രലോഭനമാണ്, സമ്മർദ്ദ തന്ത്രം ഉപയോഗിക്കുകയാണ്. തുറക്കപ്പെട്ട വാതിൽ യോസഫിനെ പരീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രഹസ്യ ജീവിതത്തിൽ ഇത്തരം ചില പ്രതിസന്ധികൾ വ്യക്തികൾക്ക് നേരിടേണ്ടതായി വരും. എന്നാൽ യോസഫ് ഒരു ദിവസം സേവനമനുഷ്ഠിക്കാൻ ചെന്നപ്പോൾ വീട്ടിലാരുമില്ല. യജമാനത്തി തൻ്റെ അരികിൽ യോസഫിനെ വിളിച്ചിരുത്തുവാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ വസ്ത്രമിട്ടിട്ട് അവനവിടുന്ന് ഓടി രക്ഷപ്പെടുവാനായിട്ടിടയായി. നോക്കുക, പാപത്തോട് പ്രാണത്യാഗത്തോളം യോസഫ് എതിർത്തു. അരുതാത്തതിന് വഴങ്ങിക്കൊടുക്കാതെ പോയതുകൊണ്ട് യോസഫിൻ്റെ മേൽ തെറ്റായ ആരോപണം യജമാനത്തെ ഉന്നയിക്കുക. വാദി പ്രതിയായി. ലോകം അങ്ങനെ കേട്ടോ. തെറ്റായ കാര്യത്തിന് വഴങ്ങിക്കൊടുക്കാതെ വരുമ്പോൾ തിരിച്ചു പറയും, വാദിയെ പ്രതിയാക്കി മാറ്റുക. അങ്ങനെ അടിമച്ചെറുക്കനായ യോസഫിന് അവിടെ എതിർത്തൊന്നും പറയാൻ പറ്റത്തില്ല. യജമാനനോട് തൻ്റെ ഭാഗം മിണ്ടാനേ പറ്റില്ല. ഈ യജമാനൻ യോസഫിനെ പിടിച്ച് കാരാഗൃഹത്തിലാക്കുകയാണ്. എന്തൊരു കഷ്ടത! ഈ യൗവനക്കാരനെ എല്ലാവരും പരിഹസിച്ച് കാണില്ലേ, കളിയാക്കി കാണില്ലേ? എന്നാൽ അവൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ യഹോവ അവനോട് കൂടെ ഇരുന്നു. മറ്റാരും നിങ്ങളോടുകൂടെ ഇല്ലാത്ത സാഹചര്യത്തിൽ ജീവൻ തന്ന കർത്താവ് കൂടെ ഇരിക്കും. ചില സാഹചര്യങ്ങൾ നമ്മൾ കടന്നു പോകേണ്ടത്
ദൈവത്തിൻ്റെ നിശ്ചയമാകയാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ കൈവിടത്തില്ല. ദൈവം നമ്മോട് കൂടെയിരിക്കും. ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ പ്രതിസന്ധികളുടെ, കഷ്ടതയുടെ, ദുരന്തങ്ങളുടെ വേലിയേറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ഉറയ്ക്കൂ, എൻ്റെ ദൈവം എന്നോട് കൂടെയിരിക്കും. സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ധൈര്യപ്പെടുത്തുകയും ദൈവം കൂടെയിരിക്കുകയും ചെയ്യണം. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.